സൂപ്പർ ക്ലൈമാക്സ് പടം, നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ട്. മമ്മൂട്ടി വെറുതെ അഴിഞ്ഞാട്ടിയിട്ടുണ്ട് ഈ പടത്തിൽ. എട്ടിൽ നല്ല സൂപ്പറായിട്ട് മമ്മൂട്ടി ഒരു അഴിഞ്ഞാട്ട് തന്നെ പടത്തിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റ് ഗംഭീരം അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയ ടെക്നിക്കാണ് നല്ല രസമുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടവന് ഏതാണ് എട്ടിനുണ്ട്? എന്റർടൈനർ ആണോ അപ്പൊ മമ്മൂക്കാനൊപ്പം അഭിനയിച്ചല്ലോ. അപ്പൊ ക്ലൈമാക്സിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ അങ്ങനത്തെ മമ്മൂക്കാനെ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ടില്ല. ഡിഫറന്റ് അപ്രോച്ച്. പിന്നെ ചേട്ടന്റെ അനിയൻ കൂടി ഒരു സംഭവം കൂടി ഉണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റൈല് നിലനിർത്താൻ ഗെയിമിംഗ് എന്നുള്ളതിന് രസമായി തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ ഇപ്പോൾ ഗെയിമിംഗ് പറഞ്ഞാൽ ഒന്നുകൂടി കുട്ടികൾക്ക് എന്നുള്ള നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ വലിയവർക്ക് ഇത് രണ്ടും കൂടി നല്ല ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിനോ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത് തോന്നില്ല. മേക്കിങ്ങും എല്ലാം രസമായിട്ടുണ്ട്. ഇഷ്ടപ്പെടും. നല്ല സിനിമ, എല്ലാരും കാണുക, എല്ലാവർക്കും ഇഷ്ടാവും. സിനിമ സൂപ്പർ ആയിരുന്നു. എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇതിന് വലിയൊരു ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ഭാവിയിൽ അതൊക്കെ അതിൽ കിട്ടി അഭിനയിക്കുമ്പോൾ ഒപ്പം അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ വലിയ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടിപൊളിയായി ഉണ്ടായിരുന്നു സിനിമ. സിനിമയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും. സിനിമ സൂപ്പറാണ്. പല എലമെന്റ്സും ഉണ്ട്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും എന്തായാലും പോയി കാണാൻ തിയേറ്ററിൽ തന്നെ പോയിട്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഫസ്റ്റ് ടൈം അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പേര് സ്നേഹ അജിത്ത് എന്നാണ്. അപ്പോൾ എല്ലാവരും ബസുക്ക കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ മമ്മൂക്കിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് സിനിമ ചെയ്തിട്ടുള്ളത് വന്ന് കാണുക തന്നെ വേണം. അത്രയ്ക്ക് നന്നായിട്ട് പുള്ളി വളരെ ഡിഫറെന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി സെലക്ട് ചെയ്യുന്ന എല്ലാം ഡിഫറെന്റ് പ്രോജക്ട്സ് ആണെങ്കിലും ഇത് അതിലും വ്യത്യസ്ത രീതിയിലുള്ളതാണ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. എല്ലാവരും സിനിമ വന്ന് കാണട്ടെ. കാരണം ഭയങ്കര സൂപ്പർബായിട്ടാണ് അതിന്റെ, ആ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. അടിപൊളി ഫിലിമാണ്. ലാസ്റ്റ് ഹാഫ് ആൻ അവർ ഒക്കെ നല്ല ഒരു നോർമൽ രീതിയിൽ വന്നിട്ട് നമ്മൾ മമ്മൂക്കാനെ ഇതുവരെ കാണാത്തൊരു സ്വാഗതം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം നമ്മൾ എന്താണ് മമ്മൂക്കെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സ്റ്റൈൽ ഇതൊക്കെ അതിന് അപ്പുറമാണ് തരുന്നത് ഫിലിമിലൊക്കെ. ആ സ്വാഗും കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല ഒരു മലയാള സിനിമ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഡിനോ ഡെന്നീസ് എടുത്തിരിക്കുന്നത്. ഒരു ന്യൂ ഡയറക്ടർ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടത്തില്ല. നല്ല മേക്കിംഗ്, മലയാള സിനിമ കാണാത്ത ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ്. മമ്മൂക്കയുടെ കാണാൻ ബാക്കി ഉണ്ടായിരുന്ന എന്താണോ അതാണ് ഇതിലെ ട്വിസ്റ്റ് ആയിട്ട് കണ്ടത്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. സ്ഥലമായിട്ടുണ്ട്. അതെ, അവൻ വളരെ ചെറിയൊരു ഭാഗമാണ് ചെയ്തത്. പക്ഷെ ഒരു ക്രൂഷ്യൽ സാധനം ആയതുകൊണ്ട് ചെയ്തത്. പിന്നെ ഇത്രയും വലിയൊരു പടത്തിന്റെ കുഞ്ഞു ഭാഗമാകാൻ പറ്റിയത് വലിയ സന്തോഷമായിട്ടാണ്. അതെ, ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ദൂരെ നിന്ന് പണ്ടുപോലെ കണ്ടിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തിന്റെ ബഹുമാനത്തോടെ അങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. അതൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. താങ്ക് യു. അതെ, ബസൂക്ക 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, ഇങ്ങനത്തെ ഒരു ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു മൂവി. അതെ.